നമ്മുടെ ഒരു സെന്നാണിത്. സെന്നിപ്പോൾ നാടോ ഗ്രേ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരിക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നു. അതേപോലെ തന്നെ പാർട്സ് ഒരിക്കലും കാര്യങ്ങൾ നടക്കണം കേട്ടോ. ഇവിടെ മാസ്കിംഗ് ഒക്കെ ചെയ്ത് പ്രൈമർ അടിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കാം. പ്രൈമർ അടിക്കാൻ വേണ്ടി വണ്ടി റെഡിയായി നിൽക്കുകയാണ്. ബോഡി ഫുള്ളറിൻ്റെ വർക്കിലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇതുമ്പോൾ 2K പ്രൈമർ അടിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇതേ സെന്നിതേ 2K പ്രൈമർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബോഡി കഴിഞ്ഞു. കഴിഞ്ഞാൽ എന്തോരുണ്ട്? ഒരു ഓട്ടൂർ അടിക്കാനുണ്ട്. ശരിക്കും 2K പ്രൈമർ എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല കട്ടിയുള്ള ഒരു ലെയറാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ബോഡി ഷേപ്പ് എടുക്കാനും വരയ്ക്കാനും ഇത് ബെറ്ററാണ്. ഇതിന് ശേഷം ഇത് ഒന്നുകൂടി ഉറച്ച് ക്ലിയർ ചെയ്യും കേട്ടോ. അപ്പോൾ സെന്നിൻ്റെ ഇന്നർ സൈഡ് വർക്കിലും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫൈനൽ വർക്കുകൾ സ്പോട്ടൊക്കെ ഇട്ട് ക്ലിയർ ചെയ്യുന്നു കേട്ടോ. ഇപ്പോൾ പ്രൈമറി 2K അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ ഫൈനൽ സ്പോട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ. നമ്മുടെ മാരുതി സെന്നെ ബേസ് കോട്ടൊക്കെ അടിച്ച് എല്ലാ ഇന്നർ സൈഡിൽ അടിച്ചതിന് ശേഷം നമ്മൾ ബമ്പർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. കാരണം നമ്മൾ ആ രീതിയിൽ പെയിൻറ്റിങ് ചെയ്യണം. കാരണം ഈ ബേസ് കോട്ടും പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞു ഇന്നറിൽ. അതിന് ശേഷമാണ് സെറ്റിങ് കാര്യങ്ങൾ ചെയ്തത്. സെറ്റിങ് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ പെയിൻറ്റിങ് കാര്യങ്ങൾ ചെയ്യണത് കേട്ടോ. നാടോ ഗ്രേയുടെ ബേസ് അടിച്ചിട്ടേക്കാണ്. അപ്പോൾ നമ്മളുടെ സെന്ന് നാഡോ ഗ്രേ പെയിൻറ്റിങ് എല്ലാം അടിച്ച് പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയി നിൽക്കുന്നു. മാസ്കിങ് എല്ലാം പതുക്കെ റിമൂവ് ചെയ്തു. ഇപ്പോൾ നമ്മൾ കട്ടിങ് പോളിഷും കാര്യങ്ങളെല്ലാം വരും കേട്ടോ. ഇത് റൂഫ് ബ്ലാക്ക് അല്ല, സൈഡിലെ വിൻഡോ ആ ഏരിയ ബ്ലാക്കാണ്. നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സെന്ന് വാഷിങ്ങിന് കൊണ്ടുപോകാം കേട്ടോ. വണ്ടി സ്റ്റാർട്ട് ഉണ്ടോ? നല്ല വണ്ടിയാണ്ടോ സെന്ന് ഇത്. പക്ഷേ വണ്ടിക്ക് പാച്ച് ഉണ്ടായിരുന്നു. രണ്ട് റണ്ണിങ് ബോർഡൊക്കെ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വന്നു. പിന്നെ തുരുമ്പിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ മാക്സിമം ചെയ്തിട്ടുണ്ട്, മാക്സിമം ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വണ്ടി ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട്. ഈ ഒരു കണ്ടീഷനാണിപ്പോൾ. ഓക്കെ, നമ്പർ പ്ലേറ്റൊക്കെ മാറേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ് നമുക്ക് വാഷിങ് കഴിഞ്ഞിട്ട് കാണാം.
നമ്മുടെ സെന്ന് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ സെന്നിന് വന്നിരിക്കുന്ന ചാർജ് എന്ന് പറയുന്നത് 20,000 രൂപയാണ് നമ്മൾക്ക് പെയിൻറ്റിങ്ങിന് വേണ്ടി വന്നത്. 20,000 പെയിൻറ്റിങ്ങിന് വേണ്ടി വന്നു. പിന്നെ നമ്മൾക്ക് അതിൻ്റെ പാച്ച് വർക്ക് ഉണ്ടായിരുന്നു. 2 സൈഡ് റണ്ണിങ് ബോർഡ് ചേഞ്ച് ചെയ്തു. അതേപോലെ തന്നെ ഡോറുകൾ, എല്ലാ ഡോറുകളും പാച്ചിന് തുരുമ്പ് ഇഷ്യൂസും ഉണ്ടായിരുന്നു. ക്വാർട്ടർ പാനൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ വെൽഡിങ് ചെയ്ത് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ അതിൻ്റെ പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ മാക്സിമമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് വന്നിരിക്കുന്ന ചാർജ് ഇതാണ്. 20,000 രൂപ പെയിൻറ്റിങ്ങും അതേപോലെ തന്നെ 16,000 രൂപയുടെ അടുത്ത് പാച്ച് വർക്കിൻ്റെ എമൗണ്ട് ആയിട്ട് വന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ നാഡോ ഗ്രേ അടിച്ചിട്ടുള്ള സെന്ന് നമുക്ക് ഫുള്ളായിട്ടുള്ള ഒരു ലാസ്റ്റ് വീഡിയോ നമുക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ല. പിന്നെ 2 ദിവസം ഗ്യാരേജ് അവധിയായിരുന്നു. ഓക്കെ, അപ്പോൾ അത് ക്ഷമിക്കുക. പിന്നെ സെന്നെ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് സെന്നിൻ്റെ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞാനത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും